വെൽക്കം ബാക്ക് ടു ദീപാലി വ്ലോഗ്സ്. ഇന്ന് ഞാനൊരു റിഫ്രഷിംഗ് വീഡിയോ ആയിട്ടാണ് കാണിക്കുന്നത്. റിഫ്രഷിംഗ് എന്ന് പറയുമ്പോൾ ഇച്ചിരി സ്പെഷ്യലാണ്, ഭയങ്കര സ്പെഷ്യലാണ്. റിഫ്രഷിംഗ് ഒരു മിൽക്ക് ഷേക്ക് ആണ് ഇന്ന് ഉണ്ടാക്കി കാണിക്കുന്നത്. ഉണ്ടാക്കാനൊക്കെ നിങ്ങൾക്ക് അറിയായിരിക്കും, പക്ഷെ അതിൻ്റെ ഫ്രൂട്ട്സിൻ്റെ ബെനിഫിറ്റ്സും ബാക്കി കാര്യങ്ങളും ഒക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് വീഡിയോ കാണിക്കുകയാണ്. അപ്പോൾ ഇന്ന് സ്പെഷ്യൽ ഫ്രൂട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു മിൽക്ക് ഷേക്ക് തന്നെ ആവാം. സ്പെഷ്യൽ ഫ്രൂട്ട് എന്താണെന്ന് അറിയണ്ടേ? ഡ്രാഗൺ ഫ്രൂട്ടാണ്. വളരെ ബെനിഫിറ്റ് ഉള്ള ഒരു ഫ്രൂട്ടാണ്. കിട്ടുമെങ്കിൽ എല്ലായിടത്തും അവൈലബിൾ ആവണമെന്നില്ല, പിന്നെ അതുപോലെ എക്സ്പെൻസീവും ആണ്. എങ്കിൽ തന്നെയും നമ്മൾ ഇത് കിട്ടിയാൽ മാക്സിമം നമ്മൾ യൂസ് ചെയ്യാം. അപ്പം അതുകൊണ്ട് ഞാനിന്ന് മിൽക്ക് ഷേക്ക് ആക്കി. സോ ഈ ഡ്രാഗൺ ഫ്രൂട്ടിനെ പറ്റി പറയുകയാണെങ്കിൽ ധാരാളം ബെനിഫിറ്റ്സ് ഉണ്ട്. ഫൈബർ ഹൈ ആണ്, അതുപോലെ മാഗ്നീഷ്യം ഇഷ്ടം പോലെ ഉണ്ട്, പിന്നെ ന്യൂട്രിയൻസ് ഇഷ്ടം പോലെ ഉണ്ട്. അതെ, ക്രോണിക് ഡിസീസിന് വളരെ നല്ലതാണ്. പിന്നെ ഇപ്പോഴത്തെ ഈ ഒരു സിറ്റുവേഷൻ നമ്മളെല്ലാവരും വീട്ടിൽ ഇരിക്കുവാണ്, എങ്കിൽ തന്നെ നമ്മുടെ പാൻഡമിക് സിറ്റുവേഷനെ മറികടക്കാൻ ധാരാളം ഇമ്മ്യൂണിറ്റി ഉണ്ടാക്കിയെടുക്കണം. അപ്പം ഈ ഡ്രാഗൺ ഫ്രൂട്ടിൽ ഹൈ ആണ് ഒരു ഇമ്മ്യൂണിറ്റി ബൂസ്റ്റിംഗ്. അതെ, അതുപോലെ തന്നെ ഈ കളറ് കാണുമ്പോൾ തന്നെ ഒരു നല്ല അട്രാക്ഷനാണ്. പിന്നെ എന്താണ് സ്കിന്നിനൊക്കെ, അതെ, വളരെ സ്കിന്നിന് നല്ല ആക്നെക്കിനെ ഹെൽപ്പ് ചെയ്യുന്നതാണ് ഡ്രാഗൺ ഫ്രൂട്ട്. അതെ, അതുകൊണ്ട് ലേഡീസ് ഗേൾസ് ഒക്കെ എല്ലാവരും മാക്സിമം കിട്ടുവാണെങ്കിൽ ഡ്രാഗൺ ഫ്രൂട്ട് വെച്ചിട്ട് എന്തെങ്കിലുമൊക്കെ സാലഡ്സോ അല്ലെങ്കിൽ മിൽക്ക് സാലഡിനാണ് മോസ്റ്റ്ലി ഇത് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇന്നിപ്പോൾ നമുക്ക് മിൽക്ക് ഷേക്ക് ഉണ്ടാക്കാനാണ് തോന്നിയത്. സോ അപ്പോൾ ഞങ്ങൾ ഇന്ന് ഡ്രാഗൺ ഫ്രൂട്ട്, മാംഗോ ആൻഡ് ഗ്രേപ്സ് വെച്ചിട്ട് ഒരു മിൽക്ക് ഷേക്ക് ഉണ്ടാക്കാം. മിൽക്ക് മസ്റ്റാണ്. അതുപോലെ ഈ മാംഗോയും ഗ്രേപ്പിനെ പറ്റി പറയുകയാണെങ്കിലും അതും ഇമ്മ്യൂണിറ്റി ബൂസ്റ്റിംഗ് ഹെൽപ്പ് ചെയ്യും. അതെ, ധാരാളം ആന്റി ഓക്സിഡൻസ് ഉണ്ട്. പിന്നെ അതേപോലെ ഡ്രാഗൺ ഫ്രൂട്ടിനെ പോലെ തന്നെ ഹെയറിനും സ്കിന്നിനും ബെനിഫിറ്റ് വളരെ നല്ലതാണ്. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, മാക്സിമം നമ്മളിപ്പോൾ വീട്ടിലിരിക്കുമ്പം കുറച്ചുകൂടെ നന്നായിട്ട് ഫ്രൂട്ട്സ് ഒക്കെ കഴിച്ച് നമ്മുടെ ശരീരം നന്നായിട്ട് നോക്കുക. ഇതൊന്നും കിട്ടിയില്ലെങ്കിൽ തന്നെ എന്തെങ്കിലുമൊക്കെ ഒരു ഫ്രൂട്ട് കഴിക്കണമെന്നാണ് ഇപ്പോഴത്തെ ആ ഒരു അവസ്ഥയിൽ എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഇതുണ്ടാക്കാൻ ഇത്രയും ഫ്രൂട്ട്സ് ചെയ്യുന്നു. പിന്നെ അതുപോലെ പാല് മസ്റ്റാണ്. പിന്നെ ഹണിയും കൂടെ ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. ഹണി ഒരു ഇമ്മ്യൂണിറ്റി ബൂസ്റ്ററാണ്. സോ ഇതെല്ലാം വെച്ചിട്ട് ഒരു മിൽക്ക് ഷേക്കാണ് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഉണ്ടാക്കാം. ഇനി നിങ്ങൾക്ക് ഡ്രാഗൺ ഫ്രൂട്ട് എങ്ങനെയാണ് കട്ട് ചെയ്യുന്നതെന്നുള്ളത് ഇതിലൂടെ കാണാം. ഇനി പാൽ ഒഴിക്കുകയാണ്. ഞാനിവിടെ പാല് 1 ലിറ്ററാണ് എടുത്തത്.
അത് നിങ്ങളുടെ ഇഷ്ടം പോലെ എടുക്കാം. അപ്പം നമ്മുടെ ഈ മിക്സഡ് ഫ്രൂട്ട് ഷേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഒരു ഇൻഗ്രീഡിയൻറ്റും കൂടെ ആഡ് ചെയ്യണം, നമ്മുടെ ഹണി. ഇമ്മ്യൂണിറ്റി ബൂസ്റ്റർ. ഓക്കെ, റെഡി ആയിട്ടുണ്ട്. ടേസ്റ്റ് ചെയ്യട്ടെ? യെസ്, ഓഫ് കോഴ്സ്. അപ്പോൾ ഇനിയും നമ്മുടെ ഗൗരി റേറ്റ് ചെയ്യുന്നതായിരിക്കും. ഫസ്റ്റ് സിപ്പ്. ഹൗസ് ഇറ്റ്? യമ്മി, നല്ല ടേസ്റ്റ് ഉണ്ട്. ആ ഫ്രൂട്ട്സിന്റെ എല്ലാത്തിൻ്റെയും ടേസ്റ്റ് വരുന്നുണ്ട്. ടേസ്റ്റ് ഉണ്ട്. പിന്നെ അത് നല്ല കളർഫുൾ. ആ ഡ്രാഗൺ ഫ്രൂട്ടാണ് ഹൈലൈറ്റ് ചെയ്യുന്നത്. ആ കളറ് പിടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഡ്രാഗൺ ഫ്രൂട്ട് നമ്മൾ നേരെ കഴിക്കുമ്പോൾ ന്യൂട്രൽ ആയിരിക്കും. ഇത്രയും ടേസ്റ്റ് എന്താണെന്ന് അറിയാൻ പറ്റത്തില്ല. അങ്ങനെ മധുരമാണോ പുളിയാണോ അങ്ങനെയൊന്നും പ്രത്യേകിച്ച് വികാരങ്ങളില്ല. വെള്ളം നമ്മളെപ്പോഴും ഈ ഡ്രാഗൺ ഫ്രൂട്ട് ഉണ്ടാക്കുമ്പോൾ, ഷേക്ക് ഉണ്ടാക്കുമ്പോൾ മാംഗോ, ഗ്രേപ്പ് അങ്ങനെ എന്തെങ്കിലും ആഡ് ചെയ്യുക, യൂസ് ചെയ്തിട്ടായിരിക്കും. സോ ഇപ്പൊ നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. പ്രത്യേകിച്ച് ഈ ലോക്ക്ഡൌൺ ഒക്കെയാണ്. ലോക്ക്ഡൌൺ ഇപ്പൊ നിങ്ങളെ വീഡിയോ എത്തുമ്പോൾ ലോക്ക്ഡൌൺ മിക്കവാറും കഴിഞ്ഞാണ്. എങ്കിലും നിങ്ങൾ വെറുതെ ഇരിക്കുകയാണ്, നമ്മുടെ ശരീരമൊക്കെ ഒന്ന് നോക്കി ഈ ഇങ്ങനൊരു ഷേക്കും കൂടെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, മറ്റൊരു വീഡിയോയിൽ വരുന്നവരെ ബൈ.